കഴിഞ്ഞ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് പരിക്കുകൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു സീസണായിരുന്നു. കഴിഞ്ഞ സീസണിൽ പരിക്കുകൾക്ക് തുടക്കമിട്ടത് ജോഷുവ സൊട്ടീരിയോ ആയിരുന്നു എങ്കിൽ ഇത്തവണയും തുടക്കമിട്ടിരിക്കുന്നത് ജോഷുവ സൊട്ടീരിയോ തന്നെയാണ്. എന്തായാലും ജോഷുവ സൊട്ടീരിയോക്ക് സീസൺ നഷ്ടമാകുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാമെ പെപ്രയെ ടീമിൽ നിലനിർത്തും. ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സ്ട്രൈക്കറെ ടീമിൽ എത്തിക്കേണ്ടതുണ്ട്. നിരവധി റൂമറുകളാണ് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം IFT ന്യൂസ് മീഡിയ കേരള ബ്ലാസ്റ്റേഴ്സ് യൂറോപ്പിലെ ഒരു ടോപ്പ് സ്ട്രൈക്കറുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മണിക്കൂറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെർബിയൻ സ്ട്രൈക്കറായ ഡിയാൻ ജോർജിച്ചിക്കുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള റൂമറുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് സ്പാനിഷ് സ്ട്രൈക്കറായ ആൻഡ്രസ് മാർട്ടിനുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുവരെ ആയിട്ടും ഒരു വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് കൺഫർമേഷൻ വന്നിട്ടില്ല എങ്കിലും ഇത്തരത്തിലുള്ള ഒരു റൂമർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. താരത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ, അതായത് ഫുട്ബോൾ കരിയറിലെ അറ്റ് ഇറ്റ്സ് പീക്ക് ലെവലിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ എറയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 9.2 കോടി രൂപയാണ്. മാത്രമല്ല സ്പെയിനിലെ പ്രമുഖ ക്ലബ്ബായ റയോ വല്ലേക്കാനോക്ക് വേണ്ടിയാണ് നിലവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വെറും 25 വയസ്സ് മാത്രമാണ് പ്രായം. ഈ ഒരു താരത്തെ ടീമിലെത്തിക്കാൻ കഴിഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ തരത്തിൽ തന്നെ ഉപകാരപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ശുഭസൂചനകൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് സാലറി ക്യാപ്പിന്റെ പുറത്തു നിന്നും ഒരു സ്ട്രൈക്കറെ ടീമിലെത്തിക്കും. ആൻഡ്രസ് മാർട്ടിൻ അത്തരത്തിലുള്ള ഒരു താരമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും കൂടുതൽ കൺഫർമേഷന് വേണ്ടി കാത്തിരിക്കാം. ശുഭവാർത്തകൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.